മുട്ടൂസി, നീ എന്താടി വരാത്തെ? അജീർണം പിടിച്ചോടി, നിനക്ക് ദഹനക്കേടാ. എന്തടി എന്തടി മുട്ടൂസി? ഹലോ, നിനക്ക് കേക്കത്തില്ലേ? മഴയാടി, ഭയങ്കരം വെള്ളപ്പൊക്കവും മഴയൊക്കെയാ. അതുകൊണ്ട് ഞാൻ ഫോൺ വിളിക്കാം. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ഡി മുട്ടൂസി, നീ കേൾക്കുന്നുണ്ടോടി? എന്നാ അടുപ്പ് പിടിച്ച് പിടിക്കാവേ. കൊത്തുപോണ കൊത്തുപോണ ഞാൻ വിളിക്കാം. മുട്ടൂസി കേട്ടോടി? ഹലോ ഹലോ മുട്ടൂസി. അതിന് അജീർണം പിടിച്ചെങ്കിലേ എന്നെ ചെയ്യണമെന്നറിയാവോ? നീ ആർത്തി പിടിച്ച് കാണുന്നെല്ലാം തിന്നുകൊണ്ടല്ലേടി. അതുകൊണ്ട് വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കരുത്. കാണുന്നതെല്ലാം വാരി വലിച്ച് തിന്നല്ല്. പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. അന്നേരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യണം: ചുക്ക്, തിപ്പൊലി, അയമോദകം, കറിവേപ്പില ഇവ തുല്യ അളവിലെടുത്ത് അല്പം പെരുങ്കായം ചേർത്ത് ഉണക്കിപ്പൊടിച്ച് കൂടെ കൂടെ കഴിക്കണേ. പാല്, പഞ്ചസാര ചുക്കുവെള്ളത്തിൽ ചേർത്ത് പല പ്രാവശ്യം കഴിക്കുക. ഹലോ, കേൾക്കത്തില്ലേ നിനക്ക്? കേൾക്കത്തില്ലേടി? ഞാനാ ഇങ്ങോട്ട് മാറി നിന്ന് ചോറിൻ്റെ അടുത്തോട്ടിരുന്ന് പറയാം. ഇപ്പം കേൾക്കാവല്ലോ നിനക്ക്? ഞാൻ ചാടി ഇരുന്ന് പറയാവേ. ഇതൊക്കെ എൻ്റെ ഓരോ കളികളല്ലേ. നീ ഹലോ മുട്ടൂസി, കേൾക്കുന്നുണ്ടോ? നമ്മൾ അജീർണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിന് പഴകിയ ഉപ്പുമാങ്ങ പിഴിഞ്ഞ് കുടിക്കുക. അത് പാല് കൊഴിച്ചിട്ടാണ് വന്നതെങ്കിൽ പഞ്ചസാര ചുക്കുവെള്ളത്തിൽ ചേർത്ത് പല പ്രാവശ്യം കുടിച്ചാൽ മതിയേ. തൈര് കുടിച്ചിട്ടാണ് വിശപ്പിലായി വന്ന് തൈരൊക്കെ കുത്തി കുടിക്കുകയല്ലേ. അങ്ങനെയൊക്കെ വന്ന് കുത്തി കുടിച്ചാലേ പിന്നെ പഴകിയ ഉപ്പുമാങ്ങ പിഴിഞ്ഞ് കുടിക്കണേ. തേങ്ങ ഒക്കെ ഒത്തിരി കിട്ടില്ല, അഴുകിയ തേങ്ങ ഒക്കെ നിനക്ക് കിട്ടുകയല്ലേ. അങ്ങനെ കിട്ടുമ്പോൾ നീ എന്ത് ചെയ്യണം? അങ്ങനെ വന്നിട്ടാണ് നിനക്ക് ദഹനക്കേട് വന്നെങ്കിൽ പച്ചരി ചവച്ചരി തിന്നണം. നമുക്ക് പച്ചരി തരികയല്ലേ, അതായത് കൊത്തി കൊത്തി പൊടിച്ച് തിന്നണേ. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങും ഒക്കെ കിട്ടുമ്പം ചുമ്മാ തിന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യണം? ഹലോ, കേൾക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ചുക്ക്, മുളക്, തിപ്പലി എന്നിവ കഷായം വെച്ച് കുടിക്കണേ. കോഴിമുട്ട പൊത്തിപ്പൊട്ട് തിന്നു. നീ എൻ്റെ പണി അതൊക്കെ അല്ലേ. കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് തിന്നിട്ട് ദഹനക്കേട് പിടിച്ച് കിടക്കും. അന്നേരം മുള്ളങ്കിക്കിഴങ്ങ് കുരുമുളകും കൂടി അരച്ച് കഴിക്കണേ. മത്സ്യം മോരിൽ ഉപ്പ് ചേർത്ത് കുടിക്കണേ. മാംസമാണെങ്കിൽ ആട്ടിൻ മാംസമൊക്കെ നിനക്ക് കിട്ടും. അത് മാംസം ഏത് മാംസമോ കിട്ടും. അത് ആട്ടിൻ്റെ മാംസത്തിൽ അത് ഏലക്ക പൊടിച്ച് കഴിക്കണേ. അധിക ഭക്ഷണം മൂലമുണ്ടാകുന്ന അജീർണം സുഖപ്പെടുത്താൻ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും മതിയടി കേട്ടോ. ഹലോ, ഞാൻ പറഞ്ഞ കേട്ടല്ലോ. പിന്നെ ചോറ് മൂലമൊക്കെ ഒത്തിരി നമുക്കിവിടെ ചോറ് കിട്ടുകയല്ലേ ഒത്തിരി. അതുമൂലമാണ് ദഹനക്കേട് പിടിക്കുന്നതെങ്കിൽ കറിവേപ്പില, ചുക്ക്, ഇന്തുപ്പ് ഇവ ഒക്കെ കഴിക്കണം. ചിലപ്പം ചക്കപ്പഴമൊക്കെ ചക്കപ്പഴമൊക്കെ തിന്ന ദഹനക്കേട് പിടിക്കും. അന്നേരം എന്നാ ചെയ്യണം? ഉപ്പ് എടുത്ത് കഴിക്കണം. പിന്നെ പൊതുവായിട്ട് ഇഞ്ചിനീര് കുടിച്ചാലും ദഹിക്കുവേ. ഭക്ഷണം ദഹിക്കാൻ ഇഞ്ചിനീര് നല്ലതാണ്. ഇഞ്ചിനീര് കടിച്ചും ദഹിപ്പിച്ചെടുക്കാം. പിന്നെ മത്സ്യം ഒത്തിരി ചേർത്തിട്ടാണെങ്കിൽ മോരിൽ ഉപ്പ് ചേർത്ത് കഴിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ദഹനക്കേടൊക്കെ വന്നിട്ട് നിനക്കിവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഈ പെരുമഴയത്തെ വയനാട്ടിലെല്ലാം ഉരുൾപൊട്ടലും ഇതെല്ലാം നടക്കുക. അവിടെ ഒത്തിരി പേര് മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. 12 പേരുടെയോ മൃതശരീരം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. കുരുങ്ങിക്കിടക്കുക. ഹെലികോപ്റ്ററൊന്നും അങ്ങോട്ട് പോകത്തില്ല. നമുക്കിവിടെ വലിയ വെള്ളപ്പൊക്കമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന വാർത്തയൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടുകാരോട് വാർത്ത പറയട്ടെ. അവർ രാവിലെ ഫോണൊക്കെ എടുത്ത് കണ്ടില്ലെങ്കിൽ, TV ഒന്നും വെച്ചില്ലെങ്കിൽ അടുക്കളയിലുള്ള തിരക്കിനിടയ്ക്ക് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ വാർത്തകളൊക്കെ. കാകൻ്റെ പണി അതല്ലേ. പിന്നെ വയറിളക്കം ഉണ്ടാകും ഇപ്പം ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ. അന്നേരം എന്ത് ചെയ്യണം? രാമതുളസിയുടെ ഇല ചതച്ച് പിഴിഞ്ഞ നീര് ഉപ്പുവെള്ളം ചേർത്ത് കുടിക്കണം. പിന്നെ വയറിളക്കം വന്നു കഴിഞ്ഞാൽ ജാതിക്ക അരച്ച് തേനിൽ കഴിക്കണം.
തൊള്ളി കളഞ്ഞ മുത്തങ്ങ ഉണ്ടല്ലോ ചതച്ച് വെള്ളത്തിൽ വേവിച്ച് കഴിക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും കുടിച്ചാലും വയറിളക്കം നിൽക്കുവേ. ചൂട് കഞ്ഞിവെള്ളം ഇഷ്ടം പോലെ കുടിക്കണം വയറ്റിളക്കത്തിന്. അല്ലെങ്കിൽ നമ്മൾ ORS കുടിക്കുകയല്ലേ, അതുള്ള വെള്ളമൊന്നും കിട്ടുകയല്ലെങ്കിൽ ചൂട് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കണം. കരിക്കും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ചെറുനാരങ്ങയുടെ വെള്ളവും ഇഷ്ടം പോലെ കുടിക്കാം. അങ്ങനെ വയറ്റിളക്കം വന്നു കഴിഞ്ഞാൽ വെള്ളം ഒത്തിരി നീ കുടിച്ചോണം. ഹലോ മുട്ടൂസി, ഞാൻ ഫോണിൽ കൂടെയാണ് പറയുന്നത്, കൊത്തു ഫോണിൽ കൂടെ. നീ കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ശാലനേരം ഒന്ന് നീ വാ, വേഗം വരികയാണെങ്കിൽ ഈ ഫോൺ വിളിക്ക് നിർത്താം. എടി ഇപ്പോഴത്തെ റീചാർജ് ചെയ്യണ എന്തുമാത്രം പൈസയാണെന്ന് അറിയാവോ? മുട്ടൂസി, ഹലോ, ഞാൻ വെക്കുകയാണേ.